Prayer. In the name of Allah, the most gracious, the most merciful. O Allah, bless our teacher, friends, and this class fill our heads with wisdom and goodness. Help us use our knowledge for the right path. Amen. Sign in. Good morning, everyone. I am Emily. Welcome you all to today's online class. Let us begin this session with joy, enthusiasm, and a positive attitude to learn something new. Welcome, dear mom, and all my dear friends. Let us start our class with happiness and a smile. Good morning, everyone. Thought of the day. If you want to live a happy life, tie it to a goal, not to be people or things. Albert Einstein. And also, I would like to wish to Sadhana a very, very happy birthday, Sadhana. Thank you.
Good morning. Good morning, Good ma'am. morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay, നിങ്ങളുടെ prayer എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കണം. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മാം. Okay, fine. So last class നമ്മൾ എവിടെയായിരുന്നു? Yes, please. മറന്നുപോയോ? ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു ക്ലാസ്സിൽ പ്രാക്ടിക്കൽ സെഷൻസ് എടുത്തിരുന്നു, മോഡ്യൂൾ 3. Law of Independence, 91ാമത്തെ പേജ്. Yes, term 1 എക്സാമിനേഷൻസ് കഴിഞ്ഞു. അതായത് നമ്മുടെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കഴിഞ്ഞു. ടീച്ചേഴ്സ് ഇപ്പോൾ പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും എടുക്കുന്നത്, അല്ലേ? റൈറ്റ്? ഓക്കെ, ഫൈൻ. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബാച്ചിന് വേണ്ടി പ്രാക്ടിക്കൽ സെഷൻ വെച്ചിട്ട് നിങ്ങളുടെ ബാച്ചിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നു? കിമ്മും ബിബുദു മാമും ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ആരാ നിങ്ങളുടെ ബാച്ചിൽ നിന്ന് വന്നേ? ആരായിരുന്നു വന്നത്? മിഷ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? പിന്നെ ഉള്ളത് 11ഉം 9ഉം അതൊക്കെ ബാച്ചിലെ കുട്ടികളായിരുന്നു. എനിവേ ഇറ്റ് വാസ് വെരി പുവർ പാർട്ടിസിപ്പേഷൻ. ഇനി എന്നാ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നേ? ഐ മീൻ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഡിസംബർ അവധിക്ക് വരാന്ന് വിചാരിച്ച മാം. വെക്കേഷൻ അവധിയായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും സാറ്റർഡേസേ വെക്കുള്ളൂ, അല്ലാത്ത ദിവസം വെക്കില്ല. സാറ്റർഡേ അല്ലാത്ത വേറൊരു ദിവസം വെക്കില്ല. പിന്നെ കോൺവെക്കേഷൻസ് ഒക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതില്ലാത്ത ദിവസമേ വെക്കുള്ളൂ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ 11 നെക്സ്റ്റ് ഈ സാറ്റർഡേ 11 വരും, നെക്സ്റ്റ് സാറ്റർഡേ 12 വരും. അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് വെക്കാനാണ് പ്ലാൻ. ഇനി അതും നിങ്ങൾക്ക് പറ്റില്ല വെച്ചാൽ പിന്നെ 14, 15 അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ബാച്ചായിട്ട് നമ്മൾ ഓരോ വീക്കെൻഡ്സ് പറയേണ്ടതായിട്ട് വരും. എനിവേ പ്ലാൻ അക്കോർഡിംഗ്ലി. വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നായാലും സാറ്റർഡേ അല്ലാതെ വേറൊരു ദിവസം നമുക്ക് വെക്കാൻ പോസിബിൾ അല്ല. കാരണം ബാക്കി ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സ് ആണ്, ക്ലാസ് ആണല്ലോ. ക്ലാസ് ഇല്ലാത്ത ദിവസം സാറ്റർഡേ മാത്രമേ ഉള്ളൂ. സൺഡേ മീൻസ് എല്ലാവർക്കും ലീവ് ആണല്ലോ. സോ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടൈമിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നസീർ മനസ്സിലായില്ല, എന്താണ്? നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് വെക്കാന്ന് പറഞ്ഞല്ലോ മാം. നിങ്ങൾക്ക് വെക്കാം, കാരണം വെച്ചാൽ നിങ്ങളുടെ പുവർ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. അപ്പൊ എനിവേ ശരിക്കും പറഞ്ഞ കിമ്മിനെയും ബിന്ദു മാമിനെയും നമ്മൾ വേറെ ബാച്ചിന്റെ കൂടെ കയറ്റാനായിരുന്നു പ്ലാൻ. 11th നെക്സ്റ്റ് വരുന്ന ബാച്ചുകളുടെ കൂടെ കയറ്റാനായിരുന്നു പ്ലാൻ. ബട്ട് യു റിക്വസ്റ്റഡ് ദാറ്റ് യു പീപ്പിൾ വാണ്ട് ടു മീറ്റ് ഹിയർ. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് വെച്ചത്. പക്ഷെ നിങ്ങൾ ഒരു അപ്ഡേഷനും തന്നില്ല, അതുകൊണ്ടാണ് ഈ പണി പറ്റിപ്പോയത്. ഞാൻ അങ്ങനെ പറഞ്ഞു, ഓഫീസിൽ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഓഫീസിൽ നിന്ന് എന്നോട് ചോദിച്ചു, അവരാരും വന്നില്ലല്ലോ മിസ്, എന്താ ഇങ്ങനെയും ചോദിച്ചു. സോ ഐ വാസ് ലൈക്ക് ഡംപ്. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ വരാനായിട്ട് Anyway, you will get a chance and you can join with any batch if you are not comfortable in that time also. Next week ഈ സാറ്റർഡേയും നിങ്ങൾക്ക് വരാം, നെക്സ്റ്റ് സാറ്റർഡേയും നിങ്ങൾക്ക് വരാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീക്ക് ഒരു ഡേറ്റും കൂടെ ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. ഫ്രം യുവർ സൈഡും ആ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് കമ്പൽസറി ആണോ എന്നൊക്കെ പലരും ചോദിച്ചു. നമ്മൾ ഇതൊരിക്കലും മാൻഡേറ്ററി കമ്പൽസറി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. ബട്ട് ഒരിക്കലും ഒരു ആക്ടിവിറ്റി, അതിപ്പോ മോണ്ടിസോറി മെത്തേഡിലാണെങ്കിലും ശരി കേട്ടോ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം വീഡിയോ കണ്ടാൽ മാത്രം മനസ്സിലാവില്ല. അത് നമ്മൾ ചെയ്തു നോക്കണം. നമ്മൾ നേരിട്ട് വന്ന മെറ്റീരിയൽസിനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാകും. അത് കാണുന്നതുകൊണ്ട് മാത്രം വിഷ്വൽ എഫക്റ്റ് മാത്രം പോരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കുട്ടികൾ 5 സെൻസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ മെറ്റീരിയൽസിന്റെ ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ അതെടുത്ത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടാൽ മാത്രം നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. പക്ഷെ കുറെ പേർക്ക് വരാനുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ വന്ന് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ഇഷ്ടം. കാരണം വൺസ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂനോ ജോലിക്കോ പോകുമ്പോ
ഈ മെറ്റീരിയൽസ് ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം വന്നത് ചെയ്തു എന്ന് ആകുമ്പോഴേക്കും നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. അതാണ് പ്രീവിയസ് ബാച്ചുകളിലെല്ലാം ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും പേടിയില്ലായിരുന്നു, ഒരു ടെൻഷനും ഇല്ലായിരുന്നു, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പോയി. കാരണം അവർ വന്നു, മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു. എന്തായാലും 11ന്റെയും 12ന്റെയും കഴിയട്ടെ, നിങ്ങൾക്കൊരു ഡേ വെക്കാം. അത് കഴിയുമ്പോൾ ഒരു ഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെക്കാം എന്ന് പറയാം. അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അടുത്ത ബാച്ചുകളുടെ കൂടെ വരേണ്ടതായിട്ട് വരും. സോ പ്ലാൻ അക്കോർഡിംഗ്ലി. ഓക്കെ. പിന്നെ വരാമെന്ന് ലിസ്റ്റ് തന്നിരുന്നു. അവരെയൊക്കെ വിളിച്ചപ്പോ റെസ്പോൺസ് അങ്ങനെ ഞങ്ങൾ വരാന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയണ്ടായിരുന്നു കേട്ടോ ഓഫീസിനോട്. എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ വരാനിരുന്നതായിരുന്നു മാം, എനിക്ക് പനി പിടിച്ചു തലേദിവസം. അപ്പൊ ഞാൻ ഇൻഫോം ചെയ്തു. കാര്യം എനിക്ക് അറിയായിരുന്നു. ആരൊക്കെ വിളിച്ചപ്പോ ഞങ്ങൾ എങ്ങനെ വരാനാ, ഞങ്ങൾ അവിടെ അടുത്തൊന്നും അല്ല, ദൂരെയാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓഫീസിൽ നിന്ന് എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മിസ്സേ, ഞാനും വരാനിരുന്നതാണ്. അപ്പൊ എനിക്ക് പീരിയഡ്സ് ടൈം എല്ലാം ഓവർ ബ്ലീഡിങ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റുന്നത്. ഞാൻ ഇൻഫോം ചെയ്തായിരുന്നു വരുന്നില്ല. കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. 17 പേര് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ വന്നത് എനിക്ക് തോന്നുന്നു നിഷ മാത്രമാണോ നിങ്ങളുടെ ബാച്ചിൽ നിന്ന് വന്നത്? സിബിമോൾ ഉണ്ടായിരുന്നു. സിബിമോൾ ഉണ്ടായിരുന്നു. സിൻസി ഉണ്ടായിരുന്നു. അപ്പൊ 3 പേരല്ലേ? ഹണി അവരുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വെക്കുമ്പോഴും ജോയിൻ ആവാട്ടോ, നോ പ്രോബ്ലം. ഇത് വരണം താല്പര്യമുണ്ട്, ഇവരെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ കം, കംഫർട്ടബിൾ ആണെങ്കിൽ. സോ നമ്മളിവിടെ ലോ ഇൻഡിപെൻഡൻസ് ആണോ? യെസ് മാം. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യട്ടെ കേട്ടോ. മിസ്സേ, പേജ് നമ്പർ 92 സെക്കൻഡ് പാരഗ്രാഫ് മുതൽ എടുക്കാനുള്ളൂ. എനിക്ക് പേജ് ഇല്ല, ഈ PDF പ്രിന്റ് ഔട്ട്സ് ആണേ. എനിക്ക് ടെക്സ്റ്റ് അല്ലല്ലോ എന്റെ കയ്യില. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. അതെ, നമ്മൾ ഇന്റേൺഷിപ്പിന് പറഞ്ഞപ്പോഴേ ഞാൻ സ്കൂളിൽ ഒരുപാട് അടുത്ത സ്കൂളിൽ ചോദിച്ചു. അപ്പോൾ അവര് ഒരു അപേക്ഷ തരാൻ പറഞ്ഞു അവിടെ. അപ്പോൾ നമ്മളെ അഡ്രസ്സും അവിടുത്തെ അഡ്രസ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്രസ്സും ഒക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ആരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കണ്ടേ? ജിഷ മാമിന്റെ ആണോ അതോ സാറിന്റെ ആണോ? ഫ്രണ്ട്സ്, പിന്നെ അവരൊരു റിക്വസ്റ്റ് തരാൻ പറഞ്ഞില്ലേ, PROയെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ സോഫ്റ്റ് കോപ്പി ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ലെറ്റർ ഹെഡിൽ നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് തരും. ഓക്കെ. മാറ്റമുണ്ട്. ഓക്കെ. അല്ല, മെയിലായിട്ട് അയക്കുകയാണോ ചെയ്യാ? ലെറ്റർ നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി മെയിലാണോ വാട്സപ്പിൽ എങ്ങനെയാ അത് ഷെയർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് നമ്മൾ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ പെർമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് മതിയാകും തോന്നുന്നു അല്ലേ? അല്ല, കോണ്ടാക്ട് നമ്പർ പിന്നെ വെക്കേണ്ടി വരില്ല എന്നല്ലേ? കോണ്ടാക്ട് നമ്പർ വെക്കണമെങ്കിൽ എന്റെ അതിനകത്ത് എഴുതി ചേർക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്തോളൂ. ഇനി അഥവാ അല്ലാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ PROന് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ വെച്ചോളൂ. ജിഷ മാമിന്റെ വെക്കാലോ? ശരി. പ്രിപ്പയർ ചെയ്യുമ്പോ റെഫറൻസ് അങ്ങനെ വെക്കണമെങ്കിൽ എന്റെ നമ്പർ എല്ലാരും വെച്ചോളൂ. മിസ്സേ, റിക്വസ്റ്റ് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ റിക്വസ്റ്റ് അല്ലേ കൊടുക്കണ്ടേ? അതെ, PRO ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ, അവരത് കറക്റ്റ് പറഞ്ഞു തരും. പിന്നെ ഒരു അറ്റൻഡൻസ് ഷീറ്റ് ഒക്കെ ഉണ്ട്, അതും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഗ്രേഡിംഗ് ഷീറ്റ്, അതായത് നിങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തേണ്ട ചില മേഖലകൾ നമ്മളിവിടെ അങ്ങനെ കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ എവിടെയാണോ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആരോ ടീച്ചറാണോ ആരാണോ അതിന്റെ മെയിൻ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് മാർക്ക് ഇട്ടോളൂ. 10-ാണെന്ന് തോന്നുന്നു മാർക്ക്. 100-ലോ 10-ലോ അങ്ങനെ കണ്ടു. ഇങ്ങനെ പങ്ക്ച്വാലിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ നമ്മളുടെ കുറെ പേഴ്സണൽ സൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതിൽ അവർ മാർക്ക് ഇടും. അത് അവർക്കറിയാം, കൊടുക്കുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവും. പിന്നെ ഇഫ് പോസിബിൾ അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ വാങ്ങി വെക്കുക. ഇത്ര ദിവസം നമ്മളിവിടെ ആസ് പാർട്ട് ഓഫ് ടീച്ചിങ് പ്രാക്ടീസ് ഇവിടെ ചെയ്തിരുന്നു. ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പോലെ, ഹെർ കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ആർ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് തരാറുണ്ട്. സാധാരണ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് സ്കൂൾ മാത്രമാണ് അത് തരാൻ മടിക്കുന്നത്. ബാക്കിയുള്ള സ്കൂളുകളെല്ലാം അത് തരാറുണ്ട്. ചോദിച്ചാൽ മതി.
അപ്പൊ ഗ്രേഡിംഗ് ഷീറ്റ്, അറ്റൻഡൻസ് ഷീറ്റ്, ഈ ഒരു റിക്വസ്റ്റ് ഇത്രയും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അവര് കഴിയുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് വരുവാണെങ്കിൽ അത് നന്നായിരിക്കും. ഓക്കെ, സോ ഏതാ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നോ? ലോ ഓഫ് വർക്ക് കഴിഞ്ഞോ? അത് കംപ്ലീറ്റ് ആയില്ല മാം. ലോ ഓഫ് വർക്ക് കംപ്ലീറ്റ് ആയില്ല എന്നാണോ? ലോ ഓഫ് ഇൻഡിപെൻഡൻസ് കംപ്ലീറ്റ് ആയിരുന്നു. എവിടം വരെയായി? സോ നമ്മൾ കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റി അവരെ സംബന്ധിച്ച് അതൊരു ഗെയിം ആണെങ്കിലും ഇറ്റ്സ് എ വർക്ക്. ആ ലോ ഓഫ് വർക്ക് നമ്മൾ പറഞ്ഞു. കുട്ടിക്ക് അതിന് വേണ്ടുന്നത് ഫ്രീഡം ആണ്. അവൻ ഇൻഡിപെൻഡന്റ് ആകും, തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് അവര് ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കരുത്, അതായിരുന്നു പറഞ്ഞത്. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അത് അവരുടെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാവും. സംടൈംസ് അവർ ഡിമാൻഡ് ചെയ്യും. ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അവർക്ക് ആ ഒരു ഡിപ്പെൻഡൻസ്, നമുക്ക് ചെറു പ്രായം തുടങ്ങിയിട്ട് അവര് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുവാണ്. നമ്മൾ പറഞ്ഞു അനിമൽ ബേബീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ ബേബീസ് ജനിക്കുമ്പോൾ തന്നെ ഇൻകേപ്പബിൾ ആണ്. അവരുടെ ഡെവലപ്മെന്റ്, മൈൻഡിന്റെ ഡെവലപ്മെന്റ് പോസിബിൾ ആയിട്ടില്ല. എല്ലാ ഓർഗൻസുമായി എന്നല്ലാതെ മൈൻഡ് ഡെവലപ്പ് ആയിട്ടില്ല. അതിനെ പ്രിയ മോണ്ടിസോറി മൈൻഡിനെ സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് പറഞ്ഞത്. മൈൻഡ് എപ്പോഴും ഭ്രൂണാവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഇനി അവർ പതുക്കെ ഒരു ഏജ് ആകുമ്പോൾ, മോസ്റ്റ്ലി ഒരു 1 year ഒക്കെ ആകുമ്പോൾ ഒരു ഡിപ്പെൻഡൻസി കാണിക്കാൻ തുടങ്ങും. അപ്പൊ മീൻസ് ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് തുടങ്ങും. അപ്പൊ ആ ഒരു ഡിപ്പെൻഡൻസിന്ന് പതുക്കെ പതുക്കെ ഫ്രീ ആകുന്നതിന്റെ സൈൻസ് ആണ് കാണുന്നത്. അപ്പോൾ ടുവേഴ്സ് ഇൻഡിപെൻഡൻസ്, അത് ഫ്രീ ആകുന്ന ഒരു സൈൻ ആണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ സമ്മതിക്കണം എന്നാണ് പറയുന്നത്, അവരെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. പലപ്പോഴും അവർ വാശി പിടിക്കും തന്നെ കാര്യങ്ങൾ ചെയ്യാൻ. ഡ്രസ്സ് ഇടാനാണെങ്കിലും ഷൂ ഇടാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും അവര് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഫൈറ്റ് ചെയ്യും, വാശി പിടിക്കും. അതെല്ലാം അവരുടെ ആ ഒരു പ്രോസസ്സാണ്. അവർ ഇവല്യൂഷൻ, അവർക്ക് ആ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ ഒരു പ്രോസസ്സാണ്. ഇൻഡിപെൻഡൻസ് ആകുന്നതിന്റെ ഒരു പ്രോസസ്സാണ്. ഇത് കുട്ടിയുടെ നോർമൽ ഡെവലപ്മെന്റ് തന്നെയാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതെ നമ്മൾ തന്നെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊടുക്കും തോറും കുട്ടി പ്രായമാകുമ്പോഴും ഇതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് ആയി തന്നെ ഇരിക്കും. തന്നെ ഒരു കാര്യം ചെയ്യാനോ, നമ്മളുടെ ഒരു ആബ്സെൻസിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ അതും അവര് ചെയ്യാതെ വരും. അവർക്ക് അങ്ങനെ ആ ഒരു ഇതിലേക്ക് അഡൾട്ട് ആകുമ്പോഴും ഈ ഒരു രീതി തന്നെയാണ്. അവര് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പൊ ഇൻഡിപെൻഡന്റ് ആക്കിയില്ലെങ്കിൽ ആരും ഫ്രീ അല്ല എന്നാണ് മറിയ മോണ്ടിസോറി ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് ഈ ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇന്നർ ഗൈഡ് തന്നെയാണ്. നമ്മൾക്കും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ ഉള്ളിൽ നിന്ന് സംബഡി ഈസ് നമ്മളെ ഫോഴ്സിങ്, അപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും അവരുടെ ഉള്ളിൽ ഒരു ഇന്നർ ഗൈഡ് ഉണ്ട്. ത്വര എന്നൊക്കെ നമ്മൾ പറയില്ല, എന്തും ചെയ്യാനുള്ള ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുന്നതാണ് അവർ ഇൻഡിപെൻഡൻസിലേക്ക് പോകുന്നതിന്റെ ഒരു കാര്യം. അവരൊരു കാര്യം കാണുന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. അത് കാണുമ്പോൾ അത് അവരുടെ മെന്റൽ ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ ആ പ്രോസസ് അങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ആകും. പിന്നെ അവർ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇത് അവരുടെ ഇന്നർ ഗൈഡ് ഇതിനെ റിട്രീവ് ചെയ്തെടുത്തിട്ട് അതിന്റെ റിഫ്ലക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് കുട്ടി ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കുട്ടികൾക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചുമ്മാ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല. ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഡെഫിനറ്റ് ആയിട്ടുള്ള പർപ്പസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യും. നമ്മളൊരു ഡെമോ ആദ്യം കാണിച്ചു കൊടുക്കും, വളരെ സിമ്പിൾ ആയിട്ട് അവരെ കോംപ്ലിക്കേറ്റഡ് ആക്കാത്ത രീതിയിൽ. നിങ്ങൾക്ക് ഓൾറെഡി ഡെമോ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? മെറ്റീരിയൽസിന്റെ തന്നിട്ടില്ലായിരുന്നു? തന്നിരുന്നു? ഓക്കെ. ഡെമോ ക്ലാസ്സിൽ പല മെറ്റീരിയൽസ് ഉണ്ടാവും. അതിലൊന്ന് ഞാൻ പറയാം, നമ്പർ റോഡ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ക്ലാസ്സിൽ വന്നവർക്ക് അറിയാം, എന്തായാലും വിഷയ്ക്കും മണിക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അവർക്ക് സിബുമോൾ അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്പർ റോഡ്സിന്റെ ഫസ്റ്റ് തന്നെ നമ്മൾ അതിന്റെ ഉദ്ദേശം അഡീഷൻ കൂടിയുണ്ട്. അഡീഷൻ എന്നുള്ളൊരു പർപ്പസിന് അത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ കുട്ടിക്ക് ഒരിക്കലും അഡീഷൻ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കില്ല. നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കില്ല, കോംപ്ലക്സ് ലെവലിലേക്ക് ആദ്യം കൊണ്ടുപോയില്ല. സിമ്പിൾ ടു കോംപ്ലക്സ് പോകും, ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അതിന്റെ ലെങ്ത്
കുട്ടികൾക്ക് മനസ്സിലാക്കി. നീളം കൂടിയത്, കുറഞ്ഞത്, ലാർജ്, സ്മോൾ, ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കും. പിന്നെ അവർ അതിന്റെ കളർ, ആ ഒരു കൺസെപ്റ്റ്, ക്രോമാറ്റിക് സെൻസ്, ആ ഒരു കൺസെപ്റ്റ് അവരിലേക്ക് വരും. അത് കഴിയുമ്പോൾ ഒരു കൗണ്ട് ചെയ്യാൻ തുടങ്ങും. കൗണ്ട് ചെയ്യുമ്പോൾ അവര് ഓരോ റോഡും എൻഡ് ചെയ്യുന്ന കളർ അവർ ശ്രദ്ധിക്കും. ഓൾട്ടർനേറ്റ് ആയിട്ട് കളർ ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്നതായിട്ട് കാണും. കൗണ്ടിങ് തുടങ്ങി 1 2 3 4 എന്ന് പറഞ്ഞ് കൗണ്ടിങ് തുടങ്ങി. 1 3 5 7 9 ഇതിനെല്ലാം എൻഡ് ചെയ്യുന്നത് ഒരേ കളർ റെഡിൽ അവർക്ക് കാണാനായിട്ട് പറ്റും. 2 4 6 8 10 എന്നുള്ളത് ബ്ലൂവിലും എൻഡ് ചെയ്യുന്നതായിട്ട് അവർ മനസ്സിലാക്കും. അപ്പോഴാണ് നമ്മൾ അവർക്ക് ഓഡ് ഈവൻ കൺസെപ്റ്റ് കൊടുക്കുന്നത്. അതിനുശേഷം മാത്രമാണ് 2 റോഡ് യൂസ് ചെയ്തിട്ട് അഡീഷൻ എന്നുള്ള കൺസെപ്റ്റ് അവരിലേക്ക് വരുന്നത്. അപ്പൊ ഇവർക്ക് ഓഡ് ഈവൻ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് 2 + 3 എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതും. ആദ്യം നമ്മളൊരു പേപ്പറിൽ നമ്പേഴ്സ് 2 + 3 = 2 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി കാണിക്കും. അപ്പൊ അവര് വേണം പിക്ക് ചെയ്യാൻ ഈ 2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോഡും 3-ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോഡും. ഓൾറെഡി അവരിൽ ഓഡ് ഈവൻ കൺസെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി 2-ന് വേണ്ടി നോക്കുന്നത് ബ്ലൂവിൽ എൻഡ് ചെയ്യുന്ന റോഡ് മാത്രമായിരിക്കും. ബാക്കി റോഡൊന്നും ശ്രദ്ധിക്കില്ല. 3 എന്ന് പറയുന്നത് റെഡിൽ എൻഡ് ചെയ്യുന്ന റോഡ് മാത്രം നോക്കും. എന്നിട്ട് കൗണ്ട് ചെയ്തായിരിക്കും അവരെടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ കൺസെപ്റ്റും കുട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്പർ റോഡ്സിൽ ഇത്രയും കൺസെപ്റ്റുകളാണ് കുട്ടിയിൽ വരുന്നത്. ലാർജ്, സ്മോൾ, കളർ കൺസെപ്റ്റ്, ഓഡ് ഈവൻ കൺസെപ്റ്റ്, കൗണ്ടിങ്, ഓഡ് ഈവൻ എന്നുള്ള കൺസെപ്റ്റ്, ദെൻ അഡീഷൻ. പിന്നെ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. അത് ആദ്യം അവർ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡറിൽ തന്നെ അവർ പ്ലേസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആ ഒറ്റ മെറ്റീരിയലിൽ നിന്ന് വരും. അപ്പൊ ഓരോ മെറ്റീരിയലിന്റെ പർപ്പസ് ഇതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നേരിട്ട് വന്ന് ചെയ്യുമ്പോൾ വന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. കറക്റ്റ് മാക്സിമം ട്രൈ ചെയ്യും ഡെമോ ക്ലാസ് നല്ല രീതിയിൽ തരാനായിട്ട്. കാരണം വരാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ അവിടെയും വ്യത്യാസമുണ്ട്. കാരണം വന്നവര് നല്ല രീതിയിൽ ഇതിന്റെ വീഡിയോ അങ്ങ് എടുക്കും. വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല പോലെ ക്ലിയർ ആയിന്ന് പല ബാച്ചിലും കുട്ടികൾ പറയാറുണ്ട്. ഞങ്ങൾ വന്നില്ലെങ്കിലും ആ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞു. ബട്ട് വന്നാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഇതിനകത്ത് റിപ്പീറ്റേഷൻ എന്നൊരു സംഭവമുണ്ട്. നമ്മൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് തറവാകും. ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻസേ ഉണ്ടാവുള്ളൂ. പലതവണ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് തറവാകും. കുട്ടികളിലും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ പറഞ്ഞു റിപ്പീറ്റേഷൻ, റിപ്പീറ്റ് ചെയ്ത് അവർക്ക് അതിന്റെ കൺട്രോൾ കിട്ടുന്നു. പിന്നെ അവരതിൽ പെർഫെക്റ്റ് ആവുന്നു. അങ്ങനെ പലതവണ ആ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്തതിലേക്ക് അവർ പോകാറുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ആ ഒരു ഇതിൽ പറഞ്ഞത്. ഓക്കെ, ഇനി എവിടുന്നാ വായിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് വായിച്ചോളൂ. ഞാനിപ്പോ ഈ ഷെയർ ചെയ്തേക്കുന്ന ഭാഗമാണോ അത് കഴിഞ്ഞു? ഫസ്റ്റ് പാരഗ്രാഫ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി വരെ കഴിഞ്ഞു. സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി വരെ കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഫൈൻ. സ്പോണ്ടേനിയസ് ആയിട്ട് to bring up independence in Montessori environment എന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ ഈ ഒരു ഇൻഡിപെൻഡൻസ് മോണ്ടെസോറി എൻവയോൺമെന്റിൽ കൊണ്ടുവരാനായിട്ട് 5 സ്റ്റെപ്സ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ്ലി, സെക്കൻഡ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം. ഒരു കാര്യം ചെയ്യൂ, ഫസ്റ്റ് പറയുന്നത് മാത്രം, അതായത് ടു ബ്രിങ് അപ്പ് ഇൻഡിപെൻഡൻസ് ഇൻ മോണ്ടെസോറി എൻവയോൺമെന്റ് ഫസ്റ്റ്ലി എന്ന് കണ്ടോ, ആ ഒരു പാരഗ്രാഫ് മാത്രം വായിക്കും. നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം. ആരെങ്കിലും ക്ലാസ് റീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ് ഓൾസോ. ഓക്കെ, വായിച്ചിട്ട് വന്നിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പ്ലീസ്. യെസ്, ആരാ വായിച്ചോളൂ, വായിച്ചാൽ മതി. ലീഡ് ചെയ്യണമെന്ന് നിർബന്ധമല്ല കേട്ടോ. പറ്റുവാണെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. പ്ലീസ്. Yes, please. To bring up independence in the environment, firstly, the child must be given chance to work with material in the environment. Never do what the child can do for himself. No one can be free unless he is independent. Therefore, the first active sign of child's individual liberty must be so instructed that through activity he may acquire independence.
We generally serve children, and this is not only an act of servility towards them, but it is insecure, since it tends to suffocate their useful, spontaneous activity. Our duty towards him is, in every case, of helping him to take over such useful acts as nature planned that he should perform. ഓക്കെ, സോ ഇൻഡിപെൻഡൻസ് ആ ഒരു എൻവയോൺമെന്റിൽ, മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ അവർക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ, മെറ്റീരിയൽസ് അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുന്നു. അത് വർക്ക് ചെയ്യാനായിട്ടും അവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനൊരു ഡെമോ കാണിച്ചു കൊടുക്കും. അങ്ങനെ അവരത് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനകത്തൊരു സെന്റൻസ് പറയുന്നുണ്ട്, തേർഡ് സെന്റൻസ്, നെവർ ഡു വാട്ട് ദ ചൈൽഡ് ക്യാൻ ഡു ഫോർ ഹിംസെൽഫ്. ഒരു കുട്ടിക്ക് തന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരിക്കലും നമ്മളത് ചെയ്തു കൊടുക്കരുത്. ഒരാളെ ഇൻഡിപെൻഡന്റ് ആക്കിയാൽ മാത്രമാണ് അയാൾ ഫ്രീ ആയിട്ടിരുന്ന് റിലാക്സ്ഡ് ആയിട്ട് അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും. ഫസ്റ്റ് നമ്മളിത് ആ കുട്ടിക്ക് കൊടുക്കേണ്ട ലിബർട്ടി, ആ ഒരു സ്വാതന്ത്ര്യം, ആ ആക്ടിവിറ്റി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ കുട്ടി ഇൻഡിപെൻഡന്റ് ആകും. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കുട്ടികളെ അങ്ങ് സെർവ് ചെയ്യും. അവർക്ക് കൊടുക്കുന്ന വലിയൊരു സപ്പോർട്ടൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങ് ഇൻസെക്യൂർ ആക്കും. അവർക്ക് ആ ഒരു ഫീല് വരും, ഓ എന്നെ കൊണ്ട് പറ്റില്ല തന്നെ, അതുകൊണ്ടാണ്. സോ അവർക്ക് അത് പിന്നെ എനിക്ക് സപ്പോർട്ട് വേണം എന്നുള്ള തോന്നലാം. ബട്ട് നമ്മൾ അവരെ അതിന് സമ്മതിക്കുവാണെങ്കിൽ അവർക്കൊരു സെൽഫ് എസ്റ്റീം, അവർക്കൊരു ഒരു സെൽഫ്, അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. യെസ് ഐ ക്യാൻ ഡു. ഒരു ജഗ്ഗില് വെള്ളം നിറയ്ക്കാനായിട്ട് കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കുട്ടി ആ പ്രോസസ് എൻജോയ് ചെയ്യും. ഫസ്റ്റ് ടൈം ലൈക്ക് മേ ബി കുറച്ച് വെള്ളം ഇങ്ങനെ സ്പിൽ ഔട്ട് ആയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാകും. അത് തുടയ്ക്കാനായിട്ട് ഒരു ക്ലോത്ത് വെച്ച് കൊടുത്താൽ മതി. അതിന് പകരം പലപ്പോഴും കുട്ടി കേൾക്കുന്നത് ഷൗട്ടിങ് ആയിരിക്കും. വേണ്ടാത്ത പണിക്ക് പോയത് എന്തിനാ, ഞാൻ എടുക്കരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ, ലൈക്ക് ദാറ്റ് ഓഫ് ഷൗട്ടിങ് വരും. ഇപ്പൊ കുട്ടിക്ക് ഐ എം ഗുഡ് ഫോർ നത്തിങ്, ഞാൻ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, സോ എവറി ടൈം ഐ എം മേക്കിംഗ് മിസ്റ്റേക്ക് എന്നുള്ള ഒരു ഫീല് കുഞ്ഞിന് വരും. അതിനെന്താ വെള്ളം പൊക്കോട്ടെ, നീ തുടച്ചാൽ മതി പറയും. അപ്പൊ കുട്ടി സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ അവൻ ഓർക്കും, ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ ബോട്ടിൽ പിടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അത്രയും ഫോഴ്സ് കൊടുത്തതുകൊണ്ടാണ് വെള്ളം അത്രയും പോയത്. സോ അവന് ചെയ്യുന്ന റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആക്ഷൻസിൽ കൺട്രോൾ വരുന്നത് അങ്ങനെയാണ്. ഇവരെന്ത് കാര്യം ചെയ്യുമ്പോഴും മാക്സിമം എഫേർട്ട് എടുത്താണ് ചെയ്യുന്നത്. അവർക്ക് അറിയില്ലല്ലോ ഓരോ കാര്യം ചെയ്യാൻ എത്ര ഫോഴ്സ് കൊടുക്കണം, എത്ര എഫേർട്ട് എടുക്കണം എന്ന് അവർക്കറിയില്ല. ആസ് ആൻ അഡൾട്ട് വി നോ ദാറ്റ്. നമുക്കറിയാം ഒരു വെള്ളം നിറയ്ക്കാനും, ഒരു ടേബിൾ ജസ്റ്റ് പുഷ് ചെയ്യാനും, ഒരു ചെയർ എടുത്ത് മാറ്റി വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാനും, അതൊക്കെ നമ്മൾക്കറിയാം അതിന് എത്രത്തോളം ഫോഴ്സ് ഉണ്ടെന്ന്. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് അവനറിയില്ല. അവന്റെ മാക്സിമം എഫേർട്ട് എടുക്കും. പപ്പടം പൊടിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങളെ കുട്ടികള്? വല്ലാത്തൊരു പ്രോസസ് അവരത് ചെയ്യുന്നത്. കാരണം അവർക്ക് ആ പപ്പടം എങ്ങനെ ഇതെടുക്കണം എന്നുള്ള അതിന് എത്ര ഫോഴ്സ് കൊടുക്കണം എന്ന് അവർക്ക് അറിയില്ല. സെയിം തന്നെ ആ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ അവര് ചെയ്യുന്നതിന് നമ്മൾ തടസ്സപ്പെടുത്തരുത്. അത് അവരെ ഇൻസെക്യൂർ ആക്കും എന്നാണ്. അവർക്ക് ആ ഒരു ഡിപ്പെൻഡൻസി പിന്നെ മാറാതെ അവർ സഫോക്കേറ്റ് ആവും. കാരണം അവരുടെ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റിക്ക് തടസ്സം വരുവാണ്. അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യരുത്. ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അത് അവരുടെ നാച്ചുറൽ ആയിട്ട് എന്താണോ അവർ പെർഫോം ചെയ്യാൻ പോകുന്നത് അതിനെ തടസ്സപ്പെടുത്തും. അതാണ് ഫസ്റ്റ്ലി എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഫ്രീഡം കൊടുക്കുക കുട്ടിക്ക്. ആ മെറ്റീരിയൽ വെച്ചിട്ട് വർക്ക് ചെയ്ത് സ്പോണ്ടേനിയസ് ആയിട്ട് അവന്റെ ഇൻഡിപെൻഡൻസ് വരാനും ഉള്ള ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ്ലി തേർഡ്ലി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ആ സെക്കൻഡും തേർഡും ഒന്ന് റീഡ് ചെയ്യാമോ? യെസ്. Secondly, the child must be encouraged to develop his will. The child's strength must be directed towards a given end in the activities chosen for him. Thirdly, the child must be aided in developing discipline. They should be given constructive work. സെക്കൻഡ്ലി, കുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എൻകറേജ് ചെയ്യണം അല്ലെ? എന്നാലാണ് അവന്റെ ആ ഒരു സെൽഫ് ബിൽഡ് ആവുള്ളൂ. അവന്റെ ആ ഒരു വിൽ പവർ അത് ഡെവലപ്പ് ചെയ്യും. അല്ലാതെ നമ്മള് മുഴുവൻ നാശാക്കി നീ ഇത് ചെയ്യണ്ട ലൈക്ക് ദാറ്റ് ഓഫ് കമന്റ് അല്ല.
കുട്ടിയുടെ സ്ട്രെങ്ത് ആ തന്നിരിക്കുന്ന ആക്ടിവിറ്റിയിലേക്ക് ഡയറക്റ്റഡ് ആവുകയാണ്. അവൻ എന്താണോ ചൂസ് ചെയ്തിരിക്കുന്നത് ചെയ്യാനുള്ള ആക്ടിവിറ്റി, അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ എൻകറേജ് ചെയ്ത് തന്നെ കുട്ടികളെ കൊണ്ടുപോകണം. ഓക്കെ, ഈവൻ ഫസ്റ്റ് അവൻ ചെയ്തപ്പോൾ ശരിയായില്ല, ബട്ട് വി ഷുഡ് എൻകറേജ് ദം. ആ ഒരു മിസ്റ്റേക്ക് അവൻ തന്നെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കണം. ഇനി അഥവാ കുട്ടിക്ക് ആ കറക്റ്റ് ആ ഒരു കൺട്രോൾ എറർ എന്താന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അത് അവർക്ക് ഡെമോ ചെയ്ത് കാണിക്കാം. പക്ഷെ ഡെമോ ചെയ്യുമ്പോൾ നീ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന്, അങ്ങനെയല്ല, നമുക്കിത് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ ആ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാന്ന് മാത്രം. തേർഡ്ലി, ഇത് അങ്ങനെ അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നു. ഫസ്റ്റ് അവൻ ഇൻഡിപെൻഡന്റ് ആവുന്നു, സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് അവനിലൊരു ഇൻഡിപെൻഡൻസ് വരും. അവന്റെ വിൽ, പേഴ്സണാലിറ്റി അത് ഡെവലപ്പ് ചെയ്യുന്നു. സെക്കൻഡ്ലി. തേർഡ്ലി, ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനുള്ള പെർമിഷൻ അല്ല, ആ ഒരു ഫ്രീഡം ആണ് അവന് കിട്ടിയിരിക്കുന്നത്. സോ അവനത് ചെയ്യുവാണ്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ആ ഒരു ഇഷ്ടം, ചെയ്യാനുള്ള ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അവൻ ആ ഇഷ്ടമുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്തത്. അപ്പൊ അവൻ വളരെ ശ്രദ്ധയോടുകൂടി ആരെയും ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യും, ഡിസിപ്ലിനോടുകൂടി ചെയ്യും. അപ്പൊ തേർഡ്ലി അവനിൽ ഉണ്ടാകുന്നതാണ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റില് ഇൻഡിപെൻഡൻസ് കൊണ്ടുവരുമ്പോൾ കുട്ടിയിലൂടെ കടന്നു പോകുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഫസ്റ്റ് ടൈം അവർ സ്പോണ്ടേനിയസ് ആയിട്ട് അവർ ആക്ടിവിറ്റി ചെയ്യുന്നു, അവർക്ക് ഇൻഡിപെൻഡന്റ് ആകുന്നു. സെക്കൻഡ് ടൈം അവരുടെ വില്ല്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുന്നു. തേർഡ്ലി അവരിൽ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൺസ്ട്രക്റ്റീവ് വർക്ക്, അവർ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കുകൾ കൊടുക്കണം. മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയൊക്കെയാണ്. ഫോർത്തിലി, കുട്ടികൾക്ക് ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ള ഒരു നോളജ്. നമ്മള് ജഗ്ഗില് വെള്ളം നിറയ്ക്കുന്ന പറഞ്ഞു, വെള്ളം സ്പിൽ ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ അവനറിയാം നല്ല രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, വട്ട് ഇസ് ഈവിൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഈ ചിലപ്പോൾ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് ഗുഡ് ഈവിൾ അല്ലെങ്കിൽ ഗുഡ് ബാഡ് എന്നുള്ളത് തിരിച്ചറിയില്ല. ഇതിപ്പോ ഇതിന്റെ കാര്യം മാത്രമല്ല. മനസ്സിലാക്കുന്നുണ്ടോ? ഓക്കെ, തേർഡ്ലി നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, ഫോർത്തും ഞാൻ റീഡ് ചെയ്തു തോന്നുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഫോർത്തിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിക്ക് തിരിച്ചറിയില്ല വളരെ ചെറുപ്പത്തിൽ ഗുഡ് എന്താണ് ബാഡ് എന്താന്നുള്ളത് തിരിച്ചറിയില്ല. അറിയാതെ അവന്റെ ഭാഗത്തുനിന്ന് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അഡൽട്സിന് ലിമിറ്റ്സ് സെറ്റ് ചെയ്യാം. ഇത് മോണ്ടിസോറി എൻവയോൺമെന്റിലും അറിയാം. മോണ്ടിസോറി പറയുന്നുണ്ട്, ഈവൻ ദോ കുട്ടികൾക്ക് അവിടെ ഫ്രീഡം ആണെങ്കിലും പാടില്ലാത്തൊരു ഈവിൾ തിങ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റേറ്റർ അപ്പൊ തന്നെ ഇടപെടണം എന്നാണ് പറയുന്നത്. കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് കാണാതിരിക്കരുത്. നമ്മളുടെ വീടുകളിലും ഒക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ടാവും. കൊച്ചുകുട്ടിയല്ലേ, സാരില്ല, പോട്ടെ, ലൈക്ക് ദാറ്റ് ഓഫ് കമന്റ്. അങ്ങനെയല്ല, നെക്സ്റ്റ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിൽ ഇടപെടാം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. അപ്പൊ കുട്ടിക്ക് മനസ്സിലാകണം ഗുഡ് ഏതാണ് ബാഡ് ഏതാന്നുള്ളത് മനസ്സിലാകും. ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ കുട്ടികൾക്ക്? സെയിം തന്നെ പലപ്പോഴും ഇപ്പം മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്ന കുട്ടികളെല്ലാം തന്നെ വളരെ കാം, പേഷ്യന്റ്, വളരെ നല്ല രീതിയിൽ ഇരുന്ന് പെർഫെക്റ്റ് ആയിട്ടിരുന്ന് ആക്ടിവിറ്റി ചെയ്യണം ആവണമെന്നില്ല വരുന്ന എല്ലാ കുട്ടികളും. അപ്പോ അത് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, എടുത്തോന്ന് എനിക്കറിയില്ല, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. അത് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, അറിയാം, മോണ്ടിസോറിക്ക് ആദ്യം കിട്ടിയ കുട്ടികൾ മുഴുവനും ഡീവിയേറ്റഡ് ആയിരുന്നു. ആ പുതിയ ഒരു മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സ്ലം ഏരിയയില് അവിടെ കുട്ടികൾ ഭയങ്കരമായിട്ട് അൺസോഷ്യബിൾ ആയിട്ടുള്ള ആക്ഷൻസ്, അതായത് ഒട്ടും ഫ്രണ്ട്ലി അല്ല കുട്ടികൾ, ഭയങ്കര അറഗന്റ് ആയിരുന്നു, വയലൻസ് ഉണ്ടായിരുന്നു, ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഉണ്ടായിരുന്നു, എല്ലാം കൈ കിട്ടുന്ന വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവം എല്ലാം ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ഈ ആക്ടിവിറ്റിയിലൂടെ അവരിൽ ചേഞ്ചസ് വരുവാണ് ചെയ്തത്. അത് 1-2 ദിവസം കൊണ്ടായിരുന്നില്ല, ചിലപ്പോ മന്ത്സ് എടുത്തിട്ട് 2-3 മാസങ്ങൾ കൊണ്ടാണ് ആ മാറ്റം വന്നത്. വൺസ് ആ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാ ആക്ഷൻസും അതുപോലെ ആയിരിക്കും. അപ്പൊ ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നോർമലൈസ്ഡ് എന്നുള്ള ആ ഒരു ജേർണിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്ത്
അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ആദ്യം ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കില്ലായിരിക്കും ഈ മെറ്റീരിയൽസുമായിട്ട്. ആ ഒരു സമയത്ത് നമുക്ക് അവരുമായിട്ട് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യാൻ, നമ്മൾ പറയില്ലേ റാപ്പോ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ടൊരു ക്ലാസ്സിൽ, ഒരു സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഏത് ഏജിലുള്ള കുട്ടികളായിക്കോട്ടെ, ഫസ്റ്റ് അവര് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും, ശ്രമിക്കും. അപ്പൊ ഞങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. അതായത് ഞങ്ങൾ പോകുന്നത് വെച്ചാൽ വൺസ് ഇൻ എ വൈലല്ലേ പോകുന്നത്, ദിവസവും കാണുന്ന കുട്ടികളായിരിക്കില്ല. ചിലപ്പോ ആദ്യമായിട്ടൊരു അത് ഡിഗ്രിയിൽ ഉള്ള കുട്ടികളാകാം, ഹൈസ്കൂൾ കുട്ടികളാകാം, ഏത് ഏജിലുള്ള കുട്ടികളാകും. അപ്പൊ അവരുടെ അടുത്തൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവർക്കൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ത്രൂ എനി ആക്ടിവിറ്റി കൊടുക്കും. അത് കഴിയുമ്പോഴേക്കും അവരങ്ങ് ക്ലാസ്സുമായിട്ട് അങ്ങ് മോചാവും. പിന്നെ നമ്മൾ പറയുന്നതൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ആദ്യം ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ചെയ്യുന്ന പോലെ പാട്ടോ ഡാൻസോ കഥ പറയലോ അങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം കുട്ടിയെ പതുക്കെ മെറ്റീരിയൽസുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അത് അങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുട്ടികൾ ആ ഒരു മെറ്റീരിയൽസ് ചെയ്യാൻ ഓക്കെയാണ്, അവരെല്ലാം ഡിസ്ട്രക്റ്റീവ് അൺസോഷ്യബിൾ ആക്ഷൻസ് ഒക്കെ കാണുമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്യണം. അങ്ങനെ അത് ചെയ്യും. നെക്സ്റ്റ് പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്, ഡയറക്ട്രസ് ഒരിക്കലും അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ തന്നെ ഒരു ഈവിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ അതിനെ അവിടെ നിന്ന് നശിപ്പിക്കുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്യണം. ഓക്കെ, ഗുഡ് എന്ന് പറയുന്നത്, ഈ ഗുഡ് എന്ന് ഉദ്ദേശിക്കുന്ന കുട്ടി വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നല്ല. അവനൊരു എന്താ പറയാ, ആ ഒരു കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒരു ഓർഡറിൽ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഗുഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നോർമലൈസ്ഡ് കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് തന്നെയാണ് മീനിങ്. അല്ലാതെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നു, വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നു, എല്ലാത്തിലും ടോപ്പ്, അങ്ങനെ വരുന്ന കുട്ടികളെ എല്ലാം നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. അവര് ചുറ്റുമുള്ളതിനോ ചുറ്റുമുള്ള ആളുകളെയോ ഡിസ്റ്റർബ് ചെയ്യാതെ അവർക്ക് കിട്ടിയിട്ടുള്ള ആക്ടിവിറ്റി ഇരുന്ന് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു. വളരെ ഡിസിപ്ലിൻ അവരിൽ തന്നെ ഡെവലപ്പായി ചെയ്യുന്നതിനെയാണ് ശരിക്കും നോർമലൈസ്ഡ് കിഡ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റീവ്, അതാണ് അതിന് പറ്റിയൊരു ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്. പെർഫെക്റ്റ് അല്ല, സ്മാർട്ട് അല്ല, അലർട്ടോ അങ്ങനെയൊന്നുമല്ല. പ്രൊഡക്റ്റീവ് എന്ന് പറയാം, പ്രൊഡക്റ്റീവ് എന്നാണ് പറയുന്നത്. ചിലപ്പോ ഒരേ ആക്ടിവിറ്റി തന്നെ ഒരു കുട്ടി 10 മിനിറ്റ് ചെയ്ത് തീർക്കുമായിരിക്കും, ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഹാഫ് ആൻ അവർ മതിയായിരിക്കും. ഒരു കുട്ടി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുണ്ടാവും. വേറൊരു കുട്ടി 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് 10ാമത്തെ തവണയായിരിക്കും അവന് എറർ എല്ലാം പോയി കറക്റ്റ് ചെയ്ത്. അവിടെ ഒന്നും നമ്മൾക്ക് ഡിസ്ക്രിമിനേഷൻ ഇല്ല കേട്ടോ. ഫസ്റ്റ് ഇവൻ ചെയ്തുന്നോ സെക്കൻഡ് ഇവൻ ചെയ്തുന്നോ, ഇവന് 2 പ്രാവശ്യം മതിയായിരുന്നു ഇവന് 10 പ്രാവശ്യം വേണ്ടി വന്നു, ആ രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനോ കമ്പാരിസണോ ബയസിങ്ങോ പാർഷ്യാലിറ്റിയോ നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ, മോണ്ടിസോറി എൻവയോൺമെന്റിൽ മാത്രമല്ല ഒരു ക്ലാസ്സിലും അത് ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെന്റിന്. അപ്പൊ അവിടെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ കുട്ടി അവന് കിട്ടിയിരിക്കുന്ന ആക്ടിവിറ്റീസ് മെറ്റീരിയൽസിനെ ഡിസ്റ്റർബ് ചെയ്യാതെയും ചുറ്റുമുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെയും ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇരുന്ന് ചെയ്യുന്നു. അതിന്റെ ഒരു മീനിങ്. ലാസ്റ്റ്ലി ഒരു പോയിന്റ് വരുന്നുണ്ട്, അതാരെങ്കിലും വായിച്ചോളൂ. Lastly, we are required to provide freedom for the child. Only in an atmosphere of freedom can a child work for himself. The adult will have to play a passive role and realize the child to take control of his surroundings. If the adult remains just aspiring the child, he will not realize his full potential. Maria Montessori assumed that in order to be free, one need to be independent. അത് പറയണോ? ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ്, സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും. അവസാനം കുട്ടിക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം, പക്ഷേ അതിനൊപ്പം ഉത്തരവാദിത്വവും വേണം. സ്വാതന്ത്ര്യമുള്ള അന്തരീക്ഷത്തിലൂടെയാണ് കുട്ടി യഥാർത്ഥമായി സ്വതന്ത്രനാവുന്നത്. മുതിർന്നവന് അധികമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്റെ കഴിവ് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് അധ്യാപകൻ അല്ലെങ്കിൽ മാതാപിതാക്കള് പാസീവ് റോൾ എടുക്കണം. കുട്ടി സ്വയം പരിസരം നിയന്ത്രിക്കാൻ പഠിക്കട്ടെ. കുട്ടിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കുക. അതിലൂടെ അവന് ആത്മവിശ്വാസവും ഉത്തരവാദിത്വബോധവും നേടും. ഇൻ ഓർഡർ ടു ബി ഫ്രീ ആൻഡ് വൺ നീഡ് ടു ബി ഇൻഡിപെൻഡന്റ്. സ്വാതന്ത്ര്യമുള്ളവനാകാൻ ആദ്യം സ്വതന്ത്രനാകാൻ എന്നാണ് മോണ്ടിസോറിയുടെ നിഗമനം. ഓക്കെ, താങ്ക് യു.
ഓക്കെ, വെരി ഗുഡ് സിംഗ. അത് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അസർപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് കൺട്രോൾ ഓഫ്. നമ്മൾ കുട്ടിയെ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും അവന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനോ അത് ഉപയോഗിക്കാനോ പറ്റാതെ വരും. ശരിയല്ലേ? ഒരു കുട്ടി നല്ലപോലെ പടം വരയ്ക്കുന്നു, പഠിക്കേണ്ട സമയത്ത് പടം വരയ്ക്കുവാണോ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വലിച്ചു കയറി കളഞ്ഞിട്ട് കുട്ടിയെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു കേസ് ആണെങ്കിൽ ആ കുട്ടിയുടെ ഒരു പൊട്ടൻഷ്യൽ ആ ഒരു ഡ്രോയിങ്ങിൽ ഉണ്ടായിരുന്നു കാണുമായിരിക്കും. അത് അവിടെയോടുകൂടി അവന് സ്റ്റോപ്പ് ആവുകയാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ഈ മറിയാം മോണ്ടിസോറിയുടെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുമ്പോഴും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, ഈവൻ ദോ ഇറ്റ്സ് മൂവി ആണെങ്കിലും നമ്മൾ അതിൽ ശരിക്കും അതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. സ്ഫടികം മൂവിയിലെ മോഹൻലാലിന്റെ ക്യാരക്ടറിൽ ഒരു പയ്യനെ കാണിക്കുന്ന ഒരു കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അതിലവന് അത്രയും സയൻസിൽ അത്രയും അവന് നോളജാണ്. വളരെ ക്രിയേറ്റിവിറ്റി, അവന്റെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഭയങ്കരമായി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവന് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചു. പക്ഷെ അവന്റെ അച്ഛൻ ഒരു മാത്സ് ടീച്ചറായിരുന്നു. ഈ മാത്സ് ടീച്ചർ ആ പുള്ളി മാത്സില് അവൻ ഇതാവണം എന്നുള്ള രീതിയിൽ അവന് ഭയങ്കരമായിട്ട് അവന്റെ പ്രോഗ്രസ് ഒക്കെ തടസ്സപ്പെടുത്തുക. പിന്നെ അയാളത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ആ മകന്റെ ജീവിതം തന്നെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും വർഷങ്ങളും കഴിഞ്ഞു. അപ്പൊ ഇത് ഞാന് ചാക്കോ മാഷ് അല്ലെ, അതിനകത്ത് ആ ഒരു അച്ഛൻ ക്യാരക്ടർ തിലകൻ അവതരിപ്പിക്കുന്ന ചാക്കോ മാഷ് എന്നായിരുന്നു. ഈ ഇടയ്ക്ക് ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് കിട്ടിയ ഒരു ഗിരിമാഷ്, മണ്ണാർക്കാട് വീടുള്ളവർക്ക് ഗിരിമാഷിനെ നല്ലപോലെ അറിയായിരിക്കും. ഗിരിമാഷിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. വളരെ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം കുട്ടികൾക്ക് ഈ ട്രാഫിക് അവയർനെസിന്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ട്രാഫിക് അവയർനെസ് ഇൻ ദ സെൻസ് റോഡ് ഡിസിപ്ലിൻ, അതായത് ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ആക്സിഡന്റ് സംഭവിക്കും. അതായത് നമ്മളിപ്പോ ബസ്സിന്റെ ഒക്കെ ഒരു ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ ഡ്രൈവർ ഹൈറ്റിലല്ലേ ഇരിക്കുന്നത്, ഡ്രൈവർക്ക് കാണാൻ പറ്റുന്നില്ല നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത്. അതിനെ ബ്ലൈൻഡ് സ്പോട്ട് ആണെന്നും പറഞ്ഞ് കുട്ടികൾക്ക് ആ ഒരു അവയർനെസ് ബസ് സ്റ്റേഷനിൽ പോയിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ അവയർനെസ് കൊടുത്ത ഒരു മാഷായിരുന്നു അദ്ദേഹം. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാനും പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹം എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമായിരുന്നു, അദ്ദേഹം മാത്സ് ആണ് അദ്ദേഹത്തിന്റെ വിഷയം. അദ്ദേഹം പണ്ട്, അതായത് മേ ബി കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെയും അദ്ദേഹം ഒരു ചാക്കോ മാഷ് തന്നെയായിരുന്നു. അത്രയ്ക്ക് സ്ട്രിക്റ്റ്, കുട്ടികളെ പേടിപ്പിക്കുന്ന, അവരെ നല്ലപോലെ പണിഷ് ചെയ്യുന്ന ഒരു മാഷായിരുന്നു. അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് ഞാനൊരു ചാക്കോ മാഷായിരുന്നു. അതിൽ നിന്നും എനിക്ക് ട്രാൻസിഷൻ സംഭവിച്ചു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിന്നെ അദ്ദേഹം മുഴുവനും കുട്ടികളെ അത്രയും കാര്യമായിട്ട് വളരെ സ്നേഹിച്ച് കുട്ടികൾക്ക് ഭയങ്കര പ്രിയങ്കരനായ ഒരു മാഷായി മാറുന്നു. അത് അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കിട്ടുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് തന്നെ ചാക്കോ മാഷിന്ന് ട്രാൻസിഷൻ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ചാക്കോ മാഷ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മാറ്റങ്ങൾ വരട്ടെ. കാരണം കുട്ടികളിൽ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ തടയാൻ ഒരു ചാക്കോ മാഷ് വിചാരിച്ചാൽ മതി നടക്കും. അപ്പൊ അങ്ങനെയുള്ള ചാക്കോ മാഷായിട്ട് നമ്മൾ ആരും മാറാതിരിക്കട്ടെ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ടോപ്പിക്, പവർ ഓഫ് അറ്റൻഷൻ. മറിയാം മോണ്ടിസോറി പറയുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ലോ ഓഫ് വർക്ക് ആയിരുന്നു. കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്ത് അത് അവരുടെ ഒരു വർക്കാണ്, അവർക്ക് ഡെവലപ്പ് ആകാനുള്ള വർക്ക്. നെക്സ്റ്റ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞു, ഒരു കുട്ടിയെ ഫ്രീ ആക്കിയാൽ മാത്രമാണ് അവന് എന്താ പറയാ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവന്റെ ഉള്ളിൽ നിന്ന് അവനെ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ട് അവന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നെക്സ്റ്റ് പവർ ഓഫ് അറ്റൻഷൻ. നമ്മൾക്കൊരു ഇഷ്ടമുള്ള കാര്യം നമ്മളെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ നമ്മൾ ഭയങ്കര ശ്രദ്ധയോടുകൂടി അത് ചെയ്യും, അല്ലെങ്കിൽ അത് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ആ ഇഷ്ടമുള്ള കാര്യം സെലക്ട് ചെയ്യാനായിട്ട് അവരെ ഫ്രീ ആക്കുന്നു. അവരത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള അവസരം, ഒരു സറൗണ്ടിങ്, ഒരു എൻവയോൺമെന്റ് നമ്മൾ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ അവർ ഒരു ഡിസ്റ്റർബൻസും ആർക്കും ചെയ്യാതെ വളരെ ശ്രദ്ധയോടുകൂടിയും കോൺസെൻട്രേഷനോട് കൂടിയിട്ടും ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നും. അതാണ് പവർ ഓഫ് അറ്റൻഷനിൽ വരുന്നത്. അപ്പൊ ഇത് മുഴുവനും ആർക്കെങ്കിലും വായിക്കാൻ പറ്റും. 3 പാരഗ്രാഫേ ഉള്ളൂ. ഇത് എത്രയേ ഉള്ളൂ, ശ്രദ്ധ, അവരുടെ കോൺസെൻട്രേഷൻ അത് കൂടുന്നത്. അപ്പൊ ഇതിനെല്ലാം ബേസ് എന്തായിരുന്നു? അവരെ ഫ്രീ ആക്കി, അവരെ ഇൻഡിപെൻഡന്റ് ആക്കി, ഫ്രീ ആക്കി. ആ ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ കുട്ടി ഒരു ശ്രദ്ധയില്ലാണ്ടേ ചെയ്യുള്ളൂ. അപ്പോ ഏത് ക്ലാസ്സിലാണ്, ഈ ക്ലാസ്സിലാണോ എനിക്ക് ഓർമ്മയില്ല, ഒരു രശ്മി, എനിക്ക് 11ലാണ്, ഈ ക്ലാസ്സിലാണോ രശ്മി? രശ്മി ക്ലാസ്സിലാണോ? രണ്ടുപേരുണ്ട്. രശ്മി ആരോമലുണ്ട്, പിന്നെ ഒരു അഡ്വക്കേറ്റ് രശ്മി ഉണ്ട്. അല്ല, നമ്മളോട് ഷെയർ ചെയ്ത രശ്മി ഇതാണോ മോന്റെ കാര്യം? അങ്ങനെ രശ്മി ഇതിനകത്തുണ്ടോ?
ഇല്ല. അപ്പൊ ആ രശ്മി തരുന്നു ഈ ബാച്ചിൽ 11-ലാണെന്ന് തോന്നുന്നു. ഓക്കെ, രശ്മി ഷെയർ ചെയ്തിരുന്ന ഒരു കാര്യം ഈ ബാച്ചിൽ എല്ലാം ഞാൻ വിചാരിക്കുന്നു. രശ്മി ഷെയർ ചെയ്തിരുന്ന കാര്യം, രശ്മിയുടെ മോൻ ഇപ്പോ LKG UKG എന്തോ ആണ്. ഈ മോന് വരയ്ക്കാനാണ് ഭയങ്കര ഇഷ്ടം. മോന് ചെറിയൊരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, സ്ലോ ലേണർ ആണ്. മോന് വരയ്ക്കാൻ ഇഷ്ടം. CBSE സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ ഹോംവർക്ക് ചെയ്യാനും എഴുതാനും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ക്ലാസ്സിൽ വരുന്ന ടീച്ചർമാരെ എഴുതെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എഴുതിപ്പിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ വരുമ്പോഴും രശ്മി ഇത് തന്നെയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. എഴുതെന്ന് പറഞ്ഞിട്ട് രശ്മി ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ രശ്മി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രശ്മി വീട്ടിൽ വരുമ്പോ കുട്ടിയെ നിർബന്ധിച്ച് എഴുതും. കുട്ടിക്കാണെങ്കിൽ ക്രയോൺസ് വെച്ച് കളർ ചെയ്യാനും പടം വരയ്ക്കാനും ഭയങ്കര ഇഷ്ടം. നന്നായി വരയ്ക്കുന്നു രശ്മി സമ്മതിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രശ്മി നമ്മുടെ കോഴ്സിനെ ജോയിൻ ചെയ്തത്. അപ്പൊ രശ്മിക്ക് മനസ്സിലായി രശ്മി ചെയ്യുന്നത് ശരിയല്ല, കുട്ടിയോട് കാണിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലായി. അങ്ങനെ കുട്ടിയെ സ്കൂളും മാറ്റി. സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടിരുന്ന് എഴുതിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. രശ്മി എന്ത് ചെയ്തു, അവൻ വന്നു കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഇവന് വരയ്ക്കാൻ ആദ്യം പോണേ. അവന് വേണ്ടിയിട്ട് ഒരു ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചു. അവൻ വരയ്ക്കട്ടെ എന്ന് വെച്ച് അതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അവൻ വരയ്ക്കും, കുറേ കാര്യങ്ങൾ വരയ്ക്കുന്നു. അത് കഴിയുമ്പോൾ രശ്മി ചോദിക്കും നമുക്കിനി കുറച്ച് എഴുതിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന് ആ പറഞ്ഞിരിക്കുന്ന വർക്ക്, സ്കൂളിൽ നിന്ന് കൊടുത്തിരിക്കുന്ന വർക്കുകൾ മുഴുവനും അവൻ കംപ്ലീറ്റ് ചെയ്യും. അവൻ എഴുതും, വളരെ ശ്രദ്ധയോടുകൂടി അവൻ എഴുതുന്ന പറയുന്നത്. മറ്റേത് നിർബന്ധം കാരണം അവൻ എഴുതുന്നതായിരുന്നു അതിന് മുമ്പ് വരെ. പിന്നീട് അവൻ വളരെ ശ്രദ്ധയോടുകൂടി എഴുതാൻ തുടങ്ങി. രശ്മിയുടെ ഹസ്ബൻഡും വളരെ ഇൻട്രസ്റ്റ് ആയി. രശ്മിയുടെ ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു വേറെ എവിടെയോ വർക്ക് ചെയ്യുന്ന, ഇടയ്ക്ക് ലീവ് വീക്കെൻഡ്സിലോ അങ്ങനെ എന്തോ വരുന്ന ഒരാളാന്ന് തോന്നുന്നു. അപ്പൊ ഒരു പ്രാവശ്യം നമ്മുടെ ക്ലാസ് ഇങ്ങനെ നടക്കുമ്പോൾ രശ്മിയുടെ ഹസ്ബൻഡ് അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു വന്നു. അപ്പൊ കേട്ടു, ക്ലാസ് കേട്ടപ്പോൾ ആളവിടെ നിന്നു. എന്റെ ഹസ്ബൻഡ് രശ്മിയോട് പറയുകയുണ്ടായി, നല്ല നല്ല കാര്യങ്ങളാണല്ലോ നിങ്ങളെ പഠിപ്പിക്കുന്നത്. പിന്നെ മോന് വേണ്ടിയിട്ട് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു ഇവര് രണ്ടുപേരും. അങ്ങനെ അവനിപ്പോ നല്ല ഇതായിട്ട് ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. മാറ്റിയ സ്കൂളിലും നല്ല സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സും ഭയങ്കര കാര്യമാണ്, അവനെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവന്റെ ആ സ്ലോ ലേണിംഗ് എന്നുള്ളത്, സ്ലോ ലേണിംഗ് ആണ് എപ്പോഴെങ്കിലും അവന്റേതായ സ്പീഡില്. നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ അങ്ങനെയാണ്, അവന്റേതായ സ്പീഡിൽ കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ കഴിഞ്ഞ ദിവസം രശ്മി എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്തു. മോൻ അറിയാതെ അവന്റെ ബാക്കിൽ നിന്നെടുത്ത വീഡിയോ ആയിരുന്നു. രശ്മി ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മുടെ പിങ്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മോൻ ഇത് സ്റ്റാക്ക് ചെയ്യുക, അവൻ സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല കറക്റ്റ് ആയിട്ട് അവൻ സ്റ്റാക്ക് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചിലതിങ്ങനെ തള്ളി നിൽക്കുവാണെങ്കിൽ അവൻ ആ ടവറിന്റെ ഷേപ്പ് ആക്കാൻ അവൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവന്റെ ഫിംഗറിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ അറിയുന്നില്ല അവന്റെ അമ്മ പുറകിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. എല്ലാം കഴിഞ്ഞതും കുട്ടി തുള്ളിച്ചാടി ഇങ്ങനെ കൈകൊട്ടി ഭയങ്കര കൂകി വിളിച്ചു. അത്രയും വീഡിയോ രശ്മി എനിക്ക് അയച്ചു തന്നു. രശ്മിക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. അവനത് ചെയ്യുന്നോ, അത് കഴിഞ്ഞപ്പോ അവന്റെ ആ ഹാപ്പിനെസ്, ആ ഒരു എക്സ്പ്രഷൻ അത്രയും ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല. അത് തന്നെയാണ് ശരിക്കും ആ ഒരു ഇൻഡിപെൻഡന്റ് ആക്കിയപ്പോഴേക്കും അവനിൽ ആ വന്ന ഒരു മാറ്റം, അത് ഭയങ്കരമായിരുന്നു. രശ്മിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. രശ്മി പറയും, ഞാൻ ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്റെ കുഞ്ഞ് റോങ് വേയിൽ പോയേനെ. അതില് ഭയങ്കര ഒരു സന്തോഷം ആളിങ്ങനെ ഷെയർ ചെയ്യണ്ടായി. ഞാനത് മിക്ക ക്ലാസ്സിലും പറയും. രശ്മി രശ്മിയുടെ ഹസ്ബൻഡ് പലതവണ പറഞ്ഞു അത്രേ, പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് പോകണം, മോനെയും കൂട്ടി എല്ലാ മെറ്റീരിയൽസും എടുത്തോണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് അവര് രണ്ടുപേരും പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്. മോനുമായിട്ട് വരണം, ഞങ്ങൾക്കും അതൊരു സന്തോഷം. ഓക്കെ, നിങ്ങൾ വരുമ്പോഴും കുട്ടിയെ കൂട്ടി ഒരു സിബിമോളുടെ മക്കളുടെ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. മോന് ചെറിയ പയ്യായിരുന്നു. സിബിമോള് ജോയിൻ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മോള് നല്ല പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയൊരു മോളായിരുന്നു. മോള് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് ആ ഒരു ശരിക്കും സിബിമോൾ അതിനുള്ള ഇതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടി അധികം ഇന്ററപ്റ്റ് ചെയ്യാതെ സിബിമോളും ഇരിക്കട്ടെ. ഓക്കെ, എനിവേ ഇപ്പൊ കോൺസെൻട്രേഷൻ ഇത് തന്നെയാണ്, ഒരു പവർ ഓഫ് അറ്റൻഷൻ. ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ മാം, ഞാൻ പറഞ്ഞു നോക്കാം. Power of attention. Dr. Maria Montessori concluded that at a certain stage in his development, the child becomes sensitive to his environment and interest not seen before. Children use their new power of concentration to consolidate and development their personality. Children are naturally inspired by colors, smell, noise, or anything that appeals to his five senses
In the Montessori environment, when children do activities, he develops his ability to focus and builds his personality. Originally, children are attracted to materials that appeal to their 5 senses. Next, the unknown attracts the child, and lastly, it is the known that attracts him to an activity. മോണ്ടിസോറി അനുസരിച്ച് കുട്ടിയുടെ വളർച്ചയിലെ ഒരു ഘട്ടത്തിൽ അവന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശേഷി, പവർ ഓഫ് അറ്റൻഷൻ എന്നത് വളരെ ശക്തമാവുന്നു. ഇത് കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്കും വ്യക്തിത്വ വികസനത്തിനും അത്യന്താപേക്ഷിതമാണ്. The child concentrates on those things that he already has in his mind, that he has absorbed in the previous period of whatever has been conquered has a tendency to remain in the mind to be pondered. ശ്രദ്ധയുടെ പ്രാധാന്യം എന്നത് കുട്ടികൾ ലോകത്തെ പരിചയപ്പെടുന്നത് ഇന്ദ്രിയങ്ങൾ മുഖേനയാണ്. കാണുക, കേൾക്കുക, സ്പർശിക്കുക, മണക്കുക, രുചിക്കുക എന്നിങ്ങനെ. ഇതിലൂടെ അവന് പരിസരത്തെ കുറിച്ച് അറിവ് സമ്പാദിക്കുന്നു. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ മനസ്സ് തുറന്നതും അബ്സോർബന്റ് മൈൻഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. സ്വീകരണശേഷിയുള്ള ഒരവസ്ഥയിലാണ്. അവന് ചുറ്റുപാടിൽ കാണുന്ന ചെറിയ കാര്യങ്ങളും പോലും വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു. അതാണ് അവന്റെ ശ്രദ്ധയുടെ തന്നെ ആരംഭം. Concentration is the way that opens up the child to the inherent treasure within him. When the child is able to conceive, he replaces in instinctive interest based on primitive impulses with the intellectual interest. Now he becomes calmer, more controlled and restored. മോണ്ടിസോറി ക്ലാസ്സിൽ കുട്ടികൾക്ക് അവന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന മെറ്റീരിയൽ നൽകും. നിറം, രൂപം, സ്പർശം, ശബ്ദം എന്നിവയിലൂടെ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നവയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കുട്ടി ക്രമേണ തന്റെ മനസ്സ് ഒരിടത്ത് തന്നെ കേന്ദ്രീകരിക്കാനായിട്ട് പഠിക്കുന്നു. ഒരു പ്രവർത്തനത്തിൽ മുഴുകുമ്പോൾ അവന്റെ മുഖം ശാന്തമാകും, ചലനങ്ങള് നിയന്ത്രിതമാകും, ചുറ്റിലുള്ള ശബ്ദങ്ങൾ അവനെ അലോസരപ്പെടുത്തുകയില്ല. അത് തന്നെയാണ് മോണ്ടിസോറി പറയുന്നത് തന്നെ കോൺസെൻട്രേഷനോ ഓർ ഡീപ്പ് അറ്റൻഷൻ എന്ന് വിളിക്കുന്നത് തന്നെ. ശ്രദ്ധയിലൂടെ തന്നെ വ്യക്തിത്വ വികസനം ഉണ്ടാവുന്നു. മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കുട്ടിയുടെ ആന്തരിക നിക്ഷേപം ഇന്നർ സ്ട്രെങ്ത് തുറക്കുന്നത് പോലെയാണ്, ഇന്നർ ട്രഷർ തുറക്കുന്ന പോലെയാണ്. ശ്രദ്ധയിലൂടെ അവന്റെ അവ്യസ്തമായ പ്രേരണകള് കുറയുകയും ഇന്റലക്ച്വൽ ഇൻട്രസ്റ്റ് ഉയരുകയും ചെയ്യുന്നു. ഫലമായി കുട്ടി കൂടുതൽ ശാന്തനാവുന്നു, ആത്മനിയന്ത്രണം നേടുന്നു, ആത്മവിശ്വാസം വളർത്തുന്നു, വ്യക്തിത്വം ഉറച്ചതാക്കുന്നു. താങ്ക് യു. ഓക്കെ, ആക്ച്വലി നമുക്കറിയാം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ വൈബ്രന്റ് കളേഴ്സിനോട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. പിന്നെ സ്മെല്ല്, പിന്നെ ചില ശബ്ദങ്ങൾ, അതിനെല്ലാം അവർ റെസ്പോണ്ട് ചെയ്യും ഭയങ്കരമായിട്ട്. അവരുടെ 5 സെൻസസ് യൂസ് ചെയ്യും. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവര് പലപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ പറഞ്ഞു ആദ്യം. അതവര് ചെയ്യുമ്പോൾ അവർക്ക് ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യണം, എന്തിനേയും ഫോക്കസ് ചെയ്യാൻ. അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകണം, സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ആകുന്നു, അവന്റെ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ എല്ലാം കൂടും. കുട്ടികൾ പലപ്പോഴും മെറ്റീരിയൽസുമായിട്ട് അട്രാക്റ്റഡ് ആയിരിക്കും. അവരുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. പിന്നെ കുട്ടി എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രീവിയസ് പീരീഡില് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവന്റെ മനസ്സിലുണ്ടാവും. അതിന്റെ റിഫ്ലക്ഷൻ, പോണ്ടേർഡ് എന്ന് പറഞ്ഞ റിഫ്ലക്ഷൻ, ആ ഒരു മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ, അതായിരിക്കും അവൻ അപ്പൊ ചെയ്യുന്ന ആക്ഷൻസിലേക്ക് വരുന്നത്. ഇപ്പോ ആനയെ കണ്ടിട്ടുണ്ടാവും, ആ ഒരു വലിയ ഒരു അനിമളുടെ രൂപം അവന്റെ മനസ്സിലുണ്ട്. അവനൊരു പേപ്പറിലേക്ക് വരയ്ക്കുന്നു, ഞാൻ ആനയെ വരയ്ക്കുക എന്ന് പറഞ്ഞ് അവൻ എന്താണോ അവന്റെ ആ മെന്റൽ ഇമേജ്, അതിന്റെ ഒരു റിഫ്ലക്ഷൻ വരും. അല്ലെങ്കിൽ കാറ് കണ്ടിട്ടുണ്ടാവും, കണ്ട ഇമേജിന്റെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. കുട്ടി എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും പ്രീവിയസ് പീരീഡിൽ സംഭവിച്ച കാര്യങ്ങൾ,
മൈൻഡ്, അബ്സോർബൻ മൈൻഡ്, ഹസീന പറഞ്ഞ പോലെ അബ്സോർബൻ മൈൻഡിൽ ഇങ്ങനെ ഇംപ്രഷൻസ് ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു മെമ്മറി ആയിട്ടും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ റിഫ്ലക്ഷൻസ് ആയിരിക്കും അവൻ കറന്റ്ലി ചെയ്യുന്ന ആക്ഷൻസിൽ വരുന്നത്. അപ്പൊ അങ്ങനെ കോൺസെൻട്രേഷൻ, അപ്പൊ അവർക്ക് ആ ഒരു ഓർമ്മയാണ്, അവർ വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യം ഓർത്തെടുത്ത് എക്സാം എഴുതുമ്പോഴും നമുക്ക് വേണ്ടുന്ന കാര്യം അതല്ലേ, പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. നമ്മൾ മെമ്മറൈസ് ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ബ്രെയിനിൽ ഇരിക്കുന്ന കാര്യങ്ങൾ പേപ്പറിലേക്ക് വരണം. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആ എക്സാം ഹോളിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് അല്ലെ, ആ ഒരു ശ്രദ്ധയോട്, അതിന് പറ്റിയൊരു എൻവയോൺമെന്റ് ആയിരിക്കും എക്സാം ഹോളുകളിൽ നമുക്ക് ശ്രദ്ധയോടുകൂടി ചെയ്യും. നിങ്ങളിപ്പോ ഓൺലൈൻ എക്സാം എഴുതുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഡിസ്റ്റർബൻസ് ഒന്നും വരരുത് എന്ന് കരുതി അതുപോലെ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ഇരുന്നിട്ടായിരിക്കും എക്സാം. അപ്പൊ അവൻ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവൻ അത്രയും കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷനോട് കൂടി പ്രീവിയസ്ലി നടന്ന കാര്യങ്ങൾ ഓർത്തായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അവന്റെ ഉള്ളിലുള്ളൊരു ട്രഷറാണ് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഉള്ളിൽ കിടക്കുന്ന ഒരു ട്രഷർ തന്നെയാണ് കോൺസെൻട്രേഷൻ. നമ്മൾ അഡൽട്സിന്റെ കേസ് പറയുമ്പോൾ ഇത് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ഒരു ഇന്നർ ഗൈഡ് സെയിം തന്നെ കുട്ടികളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിലാവുമ്പോൾ അവർക്ക് വേറെ ഒന്നിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർ ആ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച്, നമ്മളെ സംബന്ധിച്ച് പല പല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒപ്പമായിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ അഡൽട്ടിന്റെ രീതിയല്ല കുഞ്ഞിന്റെ രീതി. അവർക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും, അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഒരു കോൺസെൻട്രേഷൻ അവരിൽ ശരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വിൽ. അവരുടെ ആ വിൽ, പേഴ്സണാലിറ്റി. ഇങ്ങനെ നമ്മൾ പറഞ്ഞു അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അവരെ ഇൻഡിപെൻഡന്റ് ആക്കുന്നു, നമ്മൾ ഫ്രീ ആക്കുന്നു. പിന്നെ അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ അവരിൽ അറ്റൻഷനും കോൺസെൻട്രേഷനും വരുന്നു. ഇനി എങ്ങനെയാണ് ഇവരുടെ പേഴ്സണാലിറ്റി, ആ ഒരു വിൽ, ഡെവലപ്മെന്റ് ഓഫ് വിൽ വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇതില് 3 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആയിട്ടാണ് മറിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തതിനു ശേഷം നിങ്ങൾക്കത് വായിച്ചിട്ട് വരാം. വായിച്ചിട്ട് വന്നിട്ട് ആർക്കെങ്കിലും ഇതുപോലെ ക്ലാസ് ലീഡ് ചെയ്യാം, സബ്റ്റീവ് ലീഡ് ചെയ്തതിനാലും നോ പ്രോബ്ലം. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ഇൻവോൾവ് ആവും തോന്നും. കാരണം ഈ ടോപ്പിക് അങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും. നമുക്കിത് ഇത് സൈക്കോളജി ആണോ വേറെ എന്തെങ്കിലും ആണെന്നൊക്കെ ഒരു വ്യത്യാസം തോന്നും. അതായത് കുട്ടികളുടെ ഡെവലപ്മെന്റിനെ മറിയ മോണ്ടിസോറി നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ആ ഒബ്സർവേഷൻസ് ഒക്കെയാണ് വരുന്നത്. അത് നമ്മളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ആയിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കുറെയൊക്കെ മനസ്സിലാകും. പലപ്പോഴും ഈ ആക്ടിവിറ്റി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതാണ്. രശ്മിയുടെ മോന്റെ കാര്യം പറഞ്ഞു, സിബിമോളുടെ മോള് അന്ന് ക്ലാസ്സിൽ വന്നപ്പോ ഇരുന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. അപ്പൊ അത് അവര് ചെയ്യുമ്പോൾ, അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ഫിംഗറിന്റെ മൂവ്മെന്റ്സും അവരുടെ കണ്ണിലെ എക്സ്പ്രഷനും മുഖത്തെ എക്സ്പ്രഷൻസും അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ കുട്ടീനെ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്, അവൾ എന്ത് മനസ്സിലാക്കുന്നത്, അവൻ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതും അതിന്റെ റിസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ, ഒരു അച്ചീവ്മെന്റ്, അത് അക്കംപ്ലിഷ് ചെയ്തു, ഞാൻ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് തോന്നുമ്പോഴുള്ള ആ ഒരു ഫീലിങ്സും ഒക്കെ നമുക്ക് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഡെവലപ്മെന്റ് ഓഫ് വിൽ മറിയ മോണ്ടിസോറി 3 സ്റ്റേജസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് റിപ്പിറ്റേഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവർക്കത് പെർഫെക്റ്റ് ആകുന്നത് അല്ലെ, അതാണ് റിപ്പിറ്റേഷനിൽ വരുന്നത്. സെക്കൻഡ് സ്റ്റേജില് സെൽഫ് ഡിസിപ്ലിൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയി, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം കൊടുക്കുമ്പോൾ അവരാർക്കും ഒരു ശല്യമില്ലാതെ ഒരു ഭാഗത്തിരുന്ന്, അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ അതിനൊന്നും പറ്റാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും. അപ്പൊ അതിനെയും റെസ്പെക്ട് ചെയ്ത്, ചുറ്റുപാടിനെയും റെസ്പെക്ട് ചെയ്ത്, പിന്നെ അത് മുഴുവനാക്കുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ കൊള്ളാലോ എന്നൊരു ഫീലും അവർക്ക് വരും. ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ സ്റ്റോറി റൈം തന്നെ എഴുതാൻ പറയുന്നത്. ആദ്യം പറയാം, അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഔക്കാനായിട്ട് എനിക്ക് അതിനുള്ള കഴിവില്ല. പക്ഷെ എഴുതി തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഫീൽ, നിങ്ങൾക്ക് സ്വയം ഇങ്ങനെ ഒന്ന് പാറ്റ് ചെയ്യാൻ തോന്നുമല്ലോ, ഞാൻ കൊള്ളാലോ എന്നുള്ള രീതിയിൽ. യെസ്, ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡു, അത് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ കുഞ്ഞുങ്ങളുടെ കാര്യം. ഒരു റിപ്പിറ്റേഷൻ, അവരുടെ സെൽഫ് ഡിസിപ്ലിൻ വരുന്നു. നമ്മളൊരു കുട്ടിക്ക് അവന് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാനായിട്ട് ഉള്ള മെറ്റീരിയൽസും കൊടുക്കുന്നു, സമയവും കൊടുക്കുന്നു, അതിന് പറ്റിയൊരു സ്ഥലവും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മളെ ഫോളോ ചെയ്യൂലേ, നമ്മൾ പറയുന്ന അനുസരിക്കും. സോ അവനിൽ ഒബീഡിയൻസ് തന്നെ ഉണ്ടാവും. അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കാം, അച്ഛൻ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാം, അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. ഇനി പറയും അമ്മ പറഞ്ഞാൽ അമ്മൂമ്മ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്താ ഗ്രാൻഡ് മദറിനെ വിളിക്കുന്നത് പറഞ്ഞാൽ ഞാൻ കേൾക്കും.
വേറെ ആരും പറഞ്ഞു ലൈക്ക് ദാറ്റ് അവരെ ആ ഒരു രീതിയിൽ നോക്കുന്ന ഒരാളോട് അവർ ഭയങ്കര കമ്മിറ്റഡ് ആയിരിക്കൂലേ. അപ്പൊ അവര് പറയുന്നത് അവര് അനുസരിക്കും. നമ്മൾ അവരെ അനുവദിക്കാതിരിക്കുമ്പോൾ അവർക്ക് വാശി കൂടും. അപ്പൊ അവര് ബ്രേക്ക് ചെയ്യാനേ നോക്കുള്ളൂ റൂൾസിനെ. അപ്പൊ ഇതാണ് തേർഡ് സ്റ്റേജ്, അതാണ് ആ ഒരു ഒബീഡിയൻസ്. യെസ്, ഐ ഗോട്ട് ഓൾ ദീസ് തിങ്സ് പറഞ്ഞിട്ട് നമ്മളെ അവർ ഫോളോ ചെയ്യും. നമ്മൾ എന്താണോ പറയുന്നത് രശ്മി ചെയ്തത് അല്ലെ, പടം വരയ്ക്കാനായിട്ട് അവനൊരു സ്പേസ് കൊടുത്തു. അവനെ അവിടെ നിന്ന് നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടൊന്ന് എഴുതിച്ചില്ല. പടം വരച്ച് കുറെ കഴിയുമ്പോൾ അവൻ തളരും. ഡെഫിനറ്റ്ലി അവനെ കുറെ കഴിയുമ്പോഴേക്കും അപ്പൊ പതുക്കെ നമുക്ക് ഇനി പതുക്കെ ഒന്ന് എഴുതിയാലോ എന്ന് വളരെ ഈസിയാ എഴുതാമെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി വരും. അങ്ങനെ ആ ഒരു ഒബീഡിയൻസ് സ്റ്റേജിലേക്ക് കുട്ടി പോകും. ഈ ഒരു 3 സ്റ്റേജാണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് ഓഫ് വില്ലിൽ വരുന്നത്. നിങ്ങൾക്കത് വായിച്ചിട്ട് വരാം. പിന്നെ നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി നേരത്തെ പറഞ്ഞ സ്റ്റോറി റൈം എഴുതാനായിട്ട് പറയുമ്പോൾ കുത്തിയിരുന്ന് ആലോചിച്ചു പെട്ടെന്ന് നമുക്ക് പറയാം ഇമാജിനേഷൻ, നമ്മുടെ ക്രിയേറ്റിവിറ്റി വർക്കാവും. സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ പറ്റിയാൽ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് വരൂ. ഓക്കെ, പറ്റുന്നത്രയും വായിക്കൂ. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി വരെ വായിച്ചിട്ട് ക്ലാസ് ലീഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡു. ഓക്കെ ഫൈൻ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Sign out. Thank you, Jisha ma'am, for today's class. We learned about the law of natural development, especially the law of independence and the power of attention. It was a very informative and interesting session with a heartfelt thanks to you and all my dear friends. I am signing out now. See you all in the next class. Thank you everyone. വൺ മോർ തിങ്, മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോ നിങ്ങൾക്ക് ഞാനൊരു ഡെമോ ക്ലാസ് തരുമായിരിക്കും പ്രാക്ടിക്കൽസിന്റെ. നോക്കട്ടെ ടൈം ഉണ്ടെങ്കിൽ കേട്ടോ, മെറ്റീരിയൽസ് വെച്ചിട്ട്. ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബട്ട് സം കൺഫ്യൂഷൻസ് അതിനകത്ത് ഉണ്ടാവുമായിരിക്കും. സോ വിൽ പ്ലാൻ. ചിലപ്പോൾ ഈ ടൈം ആവണമെന്നില്ല, ആഫ്റ്റർനൂൺ ഒക്കെ ആയിരിക്കും. നേരത്തെ ഇൻഫോം ചെയ്യും. ഫസ്റ്റ് എനിക്ക് 11 ഉം 12 ഉം അത് കൊടുക്കാനുണ്ട്, കാരണം അവരുടെ പ്രാക്ടിക്കൽ സെഷൻ വരുവാണല്ലോ. അതിന് മുമ്പ് അവർക്ക് ഡെമോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊരു ടൈം, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ പ്രൊവൈഡ് വൺ ഫോർ യു ഓൾസോ. ഓക്കെ ഓക്കെ ദെൻ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. അപ്പൊ പ്ലാൻ ചെയ്യും. Thank you ma'am. താങ്ക് യു മാം. സജ്നയുടെ ബർത്ത്ഡേ ആണോ? വെരി വെരി ഹാപ്പി ബർത്ത്ഡേ സജ്ന. Thank you, ma'am. Be happy, stay blessed. Thank you, ma'am. Thank you, ma'am.